മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ ഈ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ആ നടൻ നിവിൻ പോളിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നത്. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അവർക്കൊരു ഫാൻ ബേസ് ഇല്ല. ഒരു നല്ല ടീമിനെ കണ്ടെത്തി ഇവരെയൊക്കെ വലിയ സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ്, ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. നമ്മൾ പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും. ഞാൻ നടത്തിയ പ്രചരണമാണെങ്കിൽ എന്നോട് ചോദിക്കുക. സാന്ദ്ര തോമസിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയ കാരണമാണ് ഇത്തരത്തിൽ സംഘടനയിലെ ഓരോരുത്തരെയും ആക്രമിക്കുന്നതെന്നും ലിസ്റ്റിൻ പ്രതികരിച്ചു. മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത്? 21 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ്. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് 14 പേർക്കെതിരെ കേസ് കൊടുത്തു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു. നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഈ സാന്ദ്ര തന്നെ ചെയ്തേക്കുന്ന കാശ് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് ആ വലിയ തെറ്റിന് തിരികൊളുത്തുന്ന ഒരു പ്രമുഖ നടൻ തിരികൊളുത്തുന്നുണ്ടെന്ന് പറയുന്നു. അത് നിവിൻ പോളി അല്ല എന്ന്. അങ്ങനെയെങ്കിൽ അത് ആരാണ്? കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഒരു പ്രമുഖ നടൻ മലയാള സിനിമയിൽ ഒരു വലിയ തെറ്റിനെ തിരികൊളുത്തിയിട്ടുണ്ട്. ഒരു മാലപ്പടക്കം പോലെ അത് ഏറ്റുപിടിക്കാവുന്ന ഒന്നാണ്. അത് ഇനി ആവർത്തിക്കരുത് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ കഴിഞ്ഞ 2 ദിവസം മുൻപേ അദ്ദേഹം തന്നെ നിർമ്മിച്ച ദിലീപിന്റെ 150ാമത്തെ ചിത്രം അതിന്റെ ടീസർ റിലീസിന്റെ സമയത്താണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. തുടർന്ന് ആ നടൻ ആരാണെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇത് നിവിൻ പോളി ആണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയും അതേ തുടർന്ന് നിവിൻ പോളിയുടെ ഫാൻസ് അസോസിയേഷൻ തന്നെ തന്റെ സൈബർ ഇടത്തിൽ തന്നെ ആക്രമിക്കുകയാണ് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. തനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ഉള്ള തരത്തിലുള്ള ആക്രമണമാണ്, സൈബർ ആക്രമണമാണ്. നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം നിവിൻ പോളി ആണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഏത് സാഹചര്യത്തിലാണ് നിവിൻ പോളി ആണ് എന്ന് ഊഹിക്കുന്നത്? അത് മാത്രമല്ല, താൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതിൽ ആ നടനുണ്ട്. ആ നടനുമായും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ആ നടനാരാണെന്ന്. അത് അയാൾക്കും മനസ്സിലായിട്ടുണ്ട് അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് താൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലാണ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കമന്റിന് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം നടൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സൂചനയും ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നിട്ടുമില്ല. പക്ഷേ നിവിൻ പോളിയുടെ ഫാൻസ് അസോസിയേഷൻ തന്നെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നത് ഏത് തരത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് പറയുമ്പോഴും നിർമ്മാതാവ് ഒരു ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ താരമായി കഴിയുമ്പോൾ ഇത്തരത്തിൽ ഇവരുടെ PRO വർക്കോ അതല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനോ ഒക്കെ ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുന്നു. ഒരിക്കലും നിർമ്മാതാവിന്റെ തനിച്ചു നിന്ന് ഇവരോട് ഫൈറ്റ് ചെയ്യാനുള്ള ത്രാണിയില്ല എന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോഴാണ് 2 ദിവസം മുൻപുണ്ടായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഈ പ്രതികരണത്തിന് ഇപ്പോഴാണ് അതിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ 2 ദിവസം മൗനം വെടിയുന്നത് ഇപ്പോഴാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അതായത് സാന്ദ്ര തോമസും അതിന് പിന്നാലെ ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ രംഗത്ത് വന്നിരുന്നു. സാന്ദ്ര തോമസ് തന്നെ ഒറ്റുകാരെന്ന് വിളിക്കുന്നു, വട്ടിപ്പലിശക്കാരനെ കൂട്ടുനിൽക്കുന്നു എന്ന് വിളിക്കുന്നു. ഏതർത്ഥത്തിലാണ് സാന്ദ്ര അത്തരത്തിൽ പറഞ്ഞത്? സാന്ദ്രയ്ക്ക് അസൂയയും അതായത് ഒന്നും ചെയ്യാനാകാത്തതിന്റെ അസൂയയും കുശുമ്പുമാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ സാന്ദ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. അതേസമയം സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ
പലിശയ്ക്ക് എടുത്തിട്ട് തന്നെയല്ലേ സിനിമ നിർമ്മിക്കുന്നത്? സാന്ദ്ര പൈസ മുഴുവൻ കയ്യിൽ അടുക്കി വെച്ചിട്ടാണോ സിനിമ നിർമ്മിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും ലിസി സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട്. താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പണം കണ്ടെത്താൻ ഒരുപക്ഷെ വീട് വരെ പണയം വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിർമ്മാതാക്കൾക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും. താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലയിടത്തുനിന്നും പൈസ പലിശയ്ക്കെടുത്ത് തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത്. അതിനുശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകാറുണ്ട്. അതിനിപ്പോൾ ആരോടാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്? പക്ഷേ ഈ മലയാള സിനിമാ മേഖലയിൽ വിവാദങ്ങൾ ഇങ്ങനെ വിട്ടൊഴിയുന്നില്ല. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അമ്മയിലെ കൂട്ടരാജി, ലൈംഗിക ആരോപണങ്ങൾ, അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോരോ വിവാദങ്ങൾ വരുന്നു. പിന്നീടത് സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് എത്തുന്നു. പിന്നീട് കേസാകുന്നു, നടപടികളാകുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ രീതിയിൽ ഒരു നടനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷെ ആ നടൻ ആരാണെന്നോ, എന്താണ് പ്രശ്നം, എന്താണ് ആ തെറ്റെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഈ സിനിമാ മേഖലയെ ഒന്നടങ്കം ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെ എന്താണ് കാരണമെന്ന്, ആ പ്രശ്നമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ലിസ്റ്റിൻ സ്റ്റീഫനില്ലേ? തീർച്ചയായിട്ടും ടോം, നേരത്തെ മുതൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു സിനിമാ മേഖലയിൽ പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത്. അതിൽ ലിസി സ്റ്റീഫൻ ഈ നടന്റെ കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതുമായി പരാതി നൽകിയിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഫിലിം ചേംബർ അറിയിച്ചിരുന്നത്. ഒരു സെറ്റിൽ ഒരു നടൻ കഞ്ചാവ് ഉപയോഗിച്ചാൽ അതിന് പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഉത്തരവാദിയാകുക എന്ന് ലിസി സ്റ്റീഫൻ മാധ്യമങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കാരണം കഞ്ചാവ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ അതിന് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ മാത്രമേ പ്രൊഡ്യൂസറെ കൊണ്ടാവുകയുള്ളൂ. അതല്ല പ്രൊഡ്യൂസർ അതിന് ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണ്? അതായത് തന്നെ പ്രതിക്കൂട്ടി നിർത്തുന്ന, തന്റെ സെറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ചാൽ തന്നെ പ്രതിക്കൂട്ടി നിർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ലിസി സ്റ്റീഫൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് തൊഴിലിടത്തിലെ ലൈംഗിക ആരോപണങ്ങളും അല്ലെങ്കിൽ തൊഴിൽ പീഡനങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ തന്നെയായിരുന്നു സാന്ദ്ര തോമസ് ഇത്തരത്തിൽ തന്റെ സിനിമയിൽ ഉണ്ടായിരുന്ന തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുകയും അവരുടെ ഭാഗത്തുനിന്നും ലൈംഗിക അധിക്ഷേപം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് 14 പേരെ പ്രതിയാക്കിക്കൊണ്ട് 14 പേർക്കെതിരെ പരാതി നൽകിയിരുന്നത്. അതിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം വന്നിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ടോം പറഞ്ഞതുപോലെ ലിസ്റ്റിൻ സ്റ്റീഫനും ഈ 14 പേരിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ലിസ്റ്റിനെതിരെ, അതായത് പ്രതിസന്ധി വന്നപ്പോൾ സാന്ദ്രയെ താൻ പിന്തുണച്ചില്ല എന്നതിന്റെ പരാതിയിലാണ് അല്ലെങ്കിൽ എന്ന കാരണം കൊണ്ടാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ തനിക്കെതിരെ ആഞ്ഞടിക്കുന്നതെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. അതേസമയം നിർമ്മാതാക്കളുടെ ഇടയിൽ ഈ തരത്തിൽ താരമാക്കുന്നത്, ഇവരെയൊക്കെ താരമാക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ടാണ്, അതല്ലെങ്കിൽ ഞങ്ങളാണ്, അതിനുശേഷം ഇവര് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ ആക്രമിക്കുന്നത്, അതായത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് താൻ നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് ലിസി സ്റ്റീഫൻ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് അത് നിവിൻ പോളിയാണ് എന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താൻ ഒരിടത്തും നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ സാന്ദ്ര പിന്നീട് നിവിൻ പോളിയുടെ പ്രശ്നത്തിന് പിന്നാലെയാണ് സാന്ദ്ര തോമസിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അങ്ങനെയാണ് സാന്ദ്ര തോമസ് പറയുമ്പോൾ തന്നെ നിവിൻ പോളി ലിസി സ്റ്റീഫൻ ഒറ്റുകാരനാവുകയാണ്, അതായത് തമിഴ്നാട്ടുകാരെ വട്ടിപ്പലിശക്കാരുടെ ഒറ്റുകാരനാവുകയാണ് ലിസി സ്റ്റീഫൻ എന്നുള്ള തരത്തിലുള്ള കമന്റ് ആയിരുന്നു സാന്ദ്ര തോമസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയായിരുന്നു. അതേ തുടർന്നാണ് ഈ സാന്ദ്രയ്ക്കെതിരെയും ലിസി സ്റ്റീഫൻ പ്രതികരിച്ചത്. മാത്രമല്ല സാന്ദ്ര ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ, നിർമ്മാതാക്കൾക്കെതിരെ പറഞ്ഞു വെക്കുമ്പോൾ സാന്ദ്ര ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിന്റെ അസൂയയും കുശുമ്പുമാണ് സാന്ദ്ര ഈ കാര്യത്തിലൂടെ പുറത്തേക്ക് കാണിക്കുന്നത് എന്നാണ് ലിസി സ്റ്റീഫൻ പറഞ്ഞത്. സാന്ദ്രയെ പിന്തുണയ്ക്കാത്തതിനുള്ള പ്രശ്നമാണ് സാന്ദ്ര മുന്നോട്ട് വെക്കുന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷേ നിവിൻ പോളിക്കെതിരെ എന്നുള്ള ആരോപണങ്ങൾ വരുമ്പോഴും ലിസി സ്റ്റീഫൻ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. നിവിൻ പോളിക്കെതിരെ താൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിവിൻ പോളിയാണ് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ നടൻ ആരാണ് എന്ന് അയാൾക്ക് വ്യക്തമായിട്ടുണ്ട്, അതിൽ വ്യക്തത വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളോടൊപ്പം ജോലി ചെയ്ത ആളുകൾക്ക് അത് വ്യക്തത വന്നിട്ടുണ്ട്. ഒരു നടനെതിരെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നതും അതിന് തനിക്ക് ഒരു പ്രൊഡ്യൂസറിന് അവകാശമില്ല എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. തനിക്ക് ഇനി സിനിമ ചെയ്യേണ്ടുന്ന സാഹചര്യം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതിന് ആരെയും പേടിയില്ല എന്നതിനാണ് ലിസി സ്റ്റീഫൻ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം മലയാള സിനിമയിലെ കണക്കുകൾ
ഓരോ മാസത്തെയും സിനിമയുടെ കണക്കുകൾ പുറത്തുവിടുന്നത്, കളക്ഷന്റെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റി സ്റ്റീഫൻ അല്ല. അത് കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. ലിസ്റ്റി സ്റ്റീഫൻ മാത്രം, അതല്ലെങ്കിൽ ലിസ്റ്റി സ്റ്റീഫൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ടല്ല ഇങ്ങനത്തെ ഒരു കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ആണ് സാന്ദ്ര തോമസിന്റെ മറുപടിയായിട്ട് ലിസ്റ്റി സ്റ്റീഫൻ പറഞ്ഞത്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലിസ്റ്റി സ്റ്റീഫന്റെ ആ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. പക്ഷെ ഇപ്പോഴും ലിസ്റ്റി സ്റ്റീഫൻ ആരാണ്, ആ നടൻ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല.